ഈ ദിവസത്തെ ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളുമായി ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതിസന്ധിയായി യമൻ പൗരന്റെ കുടുംബം. മോചനത്തെ എതിർത്ത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യം. മോചന ചർച്ചയിൽ നാണക്കേടായി ക്രെഡിറ്റ് ഏറ്റെടുക്കൽ തർക്കം. കാന്തപുരത്തെ സന്ദർശിച്ച MV ഗോവിന്ദൻ. ധർമ്മസ്ഥലയിൽ നാടകീയ നീക്കങ്ങൾ. ശുചീകരണ തൊഴിലാളിയുടെ തെളിവെടുപ്പ് ഇന്നും നടത്തിയില്ല. അഭിഭാഷകർ കാത്തിരുന്നിട്ടും പോലീസ് എത്തിയില്ല. അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ 23 വർഷങ്ങൾക്ക് ശേഷം അന്വേഷണം ആരംഭിച്ചു പോലീസ്. വിപഞ്ചികയുടെയും മകളുടെയും മരണത്തിൽ നീതി തേടി കുടുംബം ഹൈക്കോടതിയിൽ. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി വേണമെന്നും ആവശ്യം. ഭർത്താവിനെ കക്ഷി ചേർത്ത ഹൈക്കോടതി. ഭർത്താവിനല്ലേ നിയമപരമായ അവകാശമെന്ന് ചോദ്യം. ശബരിമല ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിനെ ഒഴിവാക്കി FIR. ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുത്ത പമ്പ പോലീസ്. പൂരം കലക്കലിൽ അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ. DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ചു. ഗുരുതരമായ കൃത്യവിലോപമുണ്ടായെന്ന് വിലയിരുത്തൽ. സ്കൂൾ സമയമാറ്റത്തിൽ ബദൽ നിർദ്ദേശവുമായി സമസ്ത. സമയം നേരത്തെയാക്കുന്നതിന് പകരം വൈകിട്ട് അരമണിക്കൂർ നീട്ടണം. ഓണം ക്രിസ്മസ് അവധിക്കാലങ്ങളിൽ നിന്ന് പ്രവൃത്തി ദിനം കണ്ടെത്തണമെന്നും ആവശ്യം. പ്രസക്തിയില്ലാത്ത ചർച്ചയ്ക്ക് പോകണോ എന്ന് സംഘടനകൾ തീരുമാനിക്കട്ടെ എന്ന് മുസ്ലിം ലീഗ്. പാലക്കാട്ട് വീണ്ടും നിപ്പ. ചങ്ങലേരിയിൽ നിപ്പ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ മകനും രോഗബാധ. സമ്പർക്ക പട്ടിക തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പ്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ ഇടപെടാതെ സുപ്രീം കോടതി. ഈ വർഷത്തെ പ്രവേശന പട്ടിക നിലനിൽക്കും. അപ്പീൽ ഫയൽ ചെയ്യില്ലെന്ന് സംസ്ഥാനം. VC നിയമന തർക്കത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ നീങ്ങിയാൽ നേരിടാൻ ഉറച്ച സർക്കാർ. സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകും. VCയുടെ വിലക്ക് മറികടന്ന ഔദ്യോഗിക വാഹനത്തിലെത്തി കേരള സർവകലാശാല രജിസ്ട്രാർ. അസുഖം ബാധിച്ച നായകളെ ദയാവധത്തിനിരയാക്കുമെന്ന് തദ്ദേശ മന്ത്രി. രോഗം പരത്താൻ സാധ്യതയുള്ള നായകളെയും കൊല്ലാം. ദയാവധം നടപ്പാക്കുക കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ച്. ABC കേന്ദ്രങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിൽ സർക്കാരിന് തിരിച്ചടി. പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി. പണിമുടക്ക് പ്രഖ്യാപിച്ച പ്രൈവറ്റ് ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രിയുടെ ചർച്ച തുടരുന്നു. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനകാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. ദിയാധനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് ചർച്ചയിലൂടെ ശ്രമിക്കുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെയാണ് വന്നത്. കാന്തപുരത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ ഇതിൽ നിർണായകമായി. നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ എതിർത്ത് ഇതിനിടെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നതായും റിപ്പോർട്ടുണ്ട്. നിമിഷയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചാലും ഉടൻ തന്നെ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതായാണ് റിപ്പോർട്ട്. കാന്തപുരത്തെ ഇതിനിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സന്ദർശിച്ചു. കാന്തപുരം നൽകിയത് മഹത്തായ സന്ദേശമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കാന്തപുരം APയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷ മൂല്യമാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന കാര്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തത്. വിവരങ്ങളുമായി KP അഭിലാഷ്, ഈ വിഷയത്തിൽ രണ്ട് വശങ്ങളായി തിരിക്കാം. ഒന്ന്, ഒരു വശത്ത് ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഈ ക്രെഡിറ്റ് ഏറ്റെടുക്കൽ തർക്കം, അതിൽ പലതും ഈ യമനി കുടുംബം അറിയുന്നു എന്നതാണ് അവരുടെ അഭിഭാഷകനിൽ നിന്നൊക്കെ കേൾക്കുന്നത്.
മറുവശത്ത് നടക്കുന്നത് നിമിഷയെ രക്ഷപ്പെടുത്താൻ വധശിക്ഷയ്ക്ക് താൽക്കാലിക സ്റ്റേ മാത്രമാണ്. അത് എന്ന് നടപ്പാക്കുമെന്ന് അറിയില്ല. അക്കാര്യത്തിൽ നടക്കുന്ന ചർച്ചകൾ മറ്റൊരു വശത്ത്. ഈ വധശിക്ഷ മാറ്റിവെച്ചു എന്നതിനപ്പുറത്തേക്ക് ചർച്ച എങ്ങോട്ട് ഏതുവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ശ്രീജ, നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്ന് നടപ്പിലാക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് മാറ്റിവെച്ചു എന്നത് തന്നെയായിരുന്നു വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്ന്. എന്നാൽ ഈ വധശിക്ഷ മാറ്റിവെച്ചതിന് ശേഷം ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ തുടർന്നുള്ള ചർച്ചകൾക്ക് തിരിച്ചടിയാകുന്നു എന്ന മട്ടിൽ വേണം നമുക്ക് വിലയിരുത്താൻ. പ്രത്യേകിച്ച് സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നത്. ഷെയ്ഖ് ഹബീബ് ഉമർ ആണ് ഈ തലാലിൻ്റെ കുടുംബവുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താ മഹദിയുടെ പ്രതികരണം, നേരത്തെ BBC-ക്ക് നൽകിയ പ്രതികരണം, ഒപ്പം സോഷ്യൽ മീഡിയയിലൂടെ നൽകിയിട്ടുള്ള പ്രതികരണം, ഈ രണ്ട് പ്രതികരണങ്ങളും പരിശോധിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിന് വലിയ പ്രതിബന്ധങ്ങൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഒന്നാമതായി നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതായി തങ്ങൾക്ക് അറിവില്ല എന്നും ഔദ്യോഗികമായി അങ്ങനെയൊരു അറിയിപ്പും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നുമാണ് സഹോദരൻ പറയുന്നത്. രണ്ടാമത്തേത്, ഏതെങ്കിലും തരത്തിലുള്ള ദിയാധനം സ്വീകരിക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ശിക്ഷ നടപ്പിലാക്കുക തന്നെ വേണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ മാത്രമാണ് നീതി നടപ്പിലാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ തലാലിൻ്റെ കുടുംബം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിൽ നിന്നും മാനസികാവസ്ഥയിൽ നിന്നും കുടുംബത്തെ മാറ്റുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. ആ ശ്രമകരമായ ദൗത്യം ആണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദിയാധനം സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുക എന്നതിനു വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ പോലും വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയാൽ പോലും ഏതെങ്കിലും തരത്തിൽ ജയിൽ മോചനം എന്നത് സാധ്യമാകുമോ എന്നത് സംബന്ധിച്ചും സംശയങ്ങളുണ്ട്. മറ്റൊന്ന്, ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുടെ ക്രെഡിറ്റ് എടുക്കലുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആണ്. നമുക്കറിയാം, ഇന്നലെയായിരുന്നു കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ചർച്ച നടന്നത്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ ജമിയത്തുൽ ഉദമയുടെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ മതപരമായ ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ആൾ എന്ന നിലയിൽ തന്നെയാണ് ഈ സൂഫി പണ്ഡിതനുമായി ചർച്ചകൾ നടത്താൻ സാധിച്ചത്. മാത്രവുമല്ല, അങ്ങനെ മാത്രമേ ഒരു ഗോത്ര വിഭാഗവുമായി ചർച്ചകൾ നടക്കുകയുള്ളൂ. ആ രീതിയിലുള്ള ചർച്ചകൾ ആണ് നടന്നിട്ടുള്ളത് എന്നത് ഇപ്പോൾ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സജീവ് കുമാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഭിഭാഷകരായ സാമുവൽ ദീപ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ്. ഒപ്പം നമ്മുടെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ മേൽ ചർച്ചകളും അല്ലെങ്കിൽ അവരുടേതായ ഇടപെടലുകൾ നടത്തുന്നു എന്ന അവകാശവാദവും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിന് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതായത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെക്കുമ്പോൾ പോലും അത് എത്ര നാളത്തേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്, എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ ഔദ്യോഗികമായില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം ഇത്തരം വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ അത് യമനിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ തമാർ എന്ന് പറയുന്നത് ഒരു ഗോത്ര മേഖലയാണ്. അവിടെ ഒരു വിഭാഗം ആളുകൾ ഒരു കാരണവശാലും നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് പിന്മാറാൻ പാടില്ല, ഭരണകൂടം സംവിധാനം എന്ന നിലപാട് സ്വീകരിക്കുന്നവർ ആണ്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട മോചന വാർത്തകളോ അല്ലെങ്കിൽ ഈ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളോ ഒക്കെ പുറത്തു വരുമ്പോൾ അത്തരം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അത് മോചനത്തിന് തിരിച്ചടിയാകും എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ഏറ്റവും ഒടുവിലുള്ള പ്രതികരണത്തിൽ നിന്ന് സർക്കാർ സംവിധാനവും കേന്ദ്ര സർക്കാർ സംവിധാനവും എല്ലാം നിരന്തരമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും അവരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെയാണ് മറ്റ് സംഘടനകളുടെയും വ്യക്തികളുടെയും എല്ലാം ഇടപെടലുകളും നടക്കുന്നത് എന്ന നിലയിലുള്ള പ്രതികരണമാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആത്യന്തികമായി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതും. ശരി അഭിലാഷ്, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, 22-ന് പ്രഖ്യാപിച്ചിരുന്ന സ്വകാര്യ ബസ് പണിമുടക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ചർച്ചയ്ക്ക് ശേഷം മന്ത്രി KP ഗണേഷ് കുമാർ സംസാരിക്കുന്നു. പറ്റുകയുള്ളൂ എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമരം പിൻവലിക്കണമെന്ന് അവരോട് ഞാൻ അഭ്യർത്ഥിച്ചു. കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം 99% കാര്യം സാധിച്ചുകൊണ്ട് അവർ സമരം പിൻവലിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റുള്ള സംഘടനകൾ സമരത്തിലാണെന്ന് തോന്നുന്നു. അതിന് ചർച്ച നല്ല നിലയിൽ നടന്നു. ഇനിയും ചർച്ച ചെയ്യും. നമുക്ക് ചർച്ചകൾ ചെയ്യാമല്ലോ, കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളിലെ ഒരു തർക്കം ഉണ്ടായുള്ളൂ. ഒന്ന്, ഈ ഗവൺമെൻറ്റിന് ഉറച്ച നിലപാടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ഈ പറയുന്ന ആളുകളുടെ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണെന്നുള്ളതാണ്. കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുക, കൊലപാതകങ്ങൾ ചെയ്യുക, അക്രമ പ്രവർത്തനങ്ങൾ, പിന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതുള്ളവരെ
അവരെ ക്ലിയറൻസ് വെച്ചിട്ട് ഡ്രൈവിംഗ് കണ്ടക്ടറായിട്ട് വയ്ക്കാവൂ എന്നുള്ള ഞങ്ങളൊരു ആവശ്യം അവർ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ അതും സമ്മതിച്ചു. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതൊരു ചർച്ച, മുമ്പൊരു ഒരു ചർച്ചയിൽ ഞാനവർ ജനറലായിട്ട് ഈ പോലീസ് വെരിഫിക്കേഷൻ ആകാമെന്ന് സമ്മതിച്ചതാണ്. അപ്പോൾ അവരാകാമെന്ന് സമ്മതിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ ഇത്തരം ഒരു നല്ല കാര്യം ചെയ്തത്. അപ്പോൾ സമൂഹത്തിൽ നിങ്ങൾ തന്നെ പറയണം, അത്തരത്തിലുള്ള വെരിഫിക്കേഷൻ വേണ്ടാന്ന് വയ്ക്കാൻ അത്തരം ആളുകളെ കൊണ്ട് വാഹനങ്ങളിൽ, പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഒക്കെ കയറുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെ പലപ്പോഴും നമ്മൾ കാണുന്ന റോഡിൽ നടക്കുന്ന പരസ്പരം അടികളും അക്രമങ്ങളും കാണുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഗവൺമെൻറ് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു. അതവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആലോചിച്ചതിന് ശേഷം അക്കാര്യത്തിൽ അവരെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിട്ട് മുഖ്യമന്ത്രിയെ നാളെ ഞാൻ കണ്ട് സംസാരിക്കും. അദ്ദേഹം പറയുന്നതാണ്. മറ്റു കാര്യങ്ങൾ അവർ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം പരിഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ ചില ഉത്തരവുകൾ ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വല്ലാത്ത പ്രൈവറ്റ് പുതിയ ബസ്സുകളുടെ തള്ളിക്കയറ്റം, അതിലവരും അത് അംഗീകരിക്കുന്നൊരു കാര്യമാണ്. ഈ പെർമിറ്റ് ഒന്നും വേണ്ട. ഇപ്പം പെർമിറ്റ് എടുക്കാൻ വരുന്നതാണല്ലോ, വണ്ടി വേണ്ട, അപേക്ഷ കൊടുക്കണ്ട, അവർ അപേക്ഷ മാത്രം ഇട്ടാൽ മതി, പൈസ പോലും അടയ്ക്കണ്ട. അത് പെർമിറ്റ് അനുവദിച്ചതിന് ശേഷം ഇതൊരു കച്ചവടമാണ് കേരളത്തിൽ. സാധാരണക്കാരായ സ്ത്രീകളെയും പ്രവാസികളെയൊക്കെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ബസ്സിന് പെർമിറ്റ് ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു പഴയ ഒത്ത ബസ് എടുത്തുകൊണ്ടിരും. ഈ ബസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിന്റെ പെർമിറ്റ് ഉണ്ടെന്ന് അവർ അതിന് ടെമ്പററി പെർമിറ്റിന് അപേക്ഷ കൊടുത്തേ പറ്റൂ. കൊടുത്തിട്ട് ഇത് പെർമനന്റ് ആയിക്കോളെന്ന് പറഞ്ഞ് ആളുകളെ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു വ്യാജ കച്ചവടം കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് സംഘടനകൾ പൂർണ്ണമായി അംഗീകരിച്ചു. അത് തെറ്റാണെന്ന് അവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. അവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി മേലിൽ പുതിയ പെർമിറ്റുകളെല്ലാം പുതിയ വണ്ടികൾ കൊണ്ടുവരുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ വണ്ടികൾ കൊണ്ടുവരണം. പുതിയ വണ്ടി ഇന്നത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ഇന്ത്യയിലെ നിലവാരം അനുസരിച്ച് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പുതിയ വണ്ടി കൊണ്ടുവന്നാൽ മാത്രമേ ഇനി പുതിയ പെർമിറ്റ് ഉള്ളൂ. അല്ല വെറുതെ ഈ കടലാസ് എഴുതി കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാ സംഘടനകളും അംഗീകരിച്ചാണ്. അത് വല്ലാത്തൊരു മത്സരമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് വേണം എന്നുള്ള കാര്യവും അവർ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തു. കാരണം വണ്ടികൾ തമ്മിലുള്ള അകലം നഗരങ്ങളിൽ 5 മിനിറ്റും റൂറൽ ഏരിയയിൽ 10 മിനിറ്റും അകലം വേണം എന്നുള്ളൊരു പ്രപ്പോസൽ അത് ട്രാൻസ്പോർട്ട് കമ്മീഷണറും റോഡ് സേഫ്റ്റി കമ്മീഷണറും നൽകിയൊരു ശുപാർശയുണ്ട്. അത് ഗവൺമെന്റ് മുമ്പിലുണ്ട്. അക്കാര്യത്തിൽ സംഘടനകൾ യോജിച്ചു. കാരണം ഈ അനാവശ്യമായ മത്സരം ഈ വ്യവസായത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ തള്ളിക്കയറ്റം ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. ഈ പ്രധാനമായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പെർമിറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ ആ ഒരു പെർമിറ്റിന്റെ കാര്യം 140 കിലോമീറ്ററിന് മേലുള്ള വണ്ടികൾക്ക് ലിമിറ്റഡ് സ്റ്റോപ്പായിട്ട് ഓടാൻ പറ്റില്ല എന്നുള്ളൊരു നോട്ടിഫിക്കേഷനായിട്ട് അത് കോടതിയുടെ പരിഗണനയിരുന്നൊരു വിഷയമാണ്. വീണ്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള നടപടികളാണ് KSRTC സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയോട് ആലോചിച്ചതിന് ശേഷം അദ്ദേഹം നിർദ്ദേശിക്കുന്ന പോലെ ഇക്കാര്യം ചെയ്യാം. അത് അവരോട് സംസാരിച്ചുകൊണ്ട് അവർ കൂടുതൽ ആലോചിച്ചതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിൻവലിച്ചവരോട് സന്തോഷമുണ്ട്. പിൻവലിക്കാത്തവർ എത്രയും വേഗം പ്രശ്നങ്ങൾ മനസ്സിലാക്കി. കാരണം അവരോട് ഞങ്ങൾക്ക് ചോദിക്കാം. 99% കാര്യവും ഈ ചർച്ചയിൽ അവർ ഉന്നയിച്ച ഏതാണ്ട് കാര്യങ്ങളെല്ലാം 95% കാര്യമെങ്കിലും തീർപ്പാക്കിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. കാരണം അത് KB ഗണേഷ് കുമാറാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. 22-ന് പ്രഖ്യാപിച്ചിരുന്ന സ്വകാര്യ ബസ് പണിമുടക്ക് അനിശ്ചിതകാല പണിമുടക്കായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അത് മാറ്റിയിരിക്കുകയാണ്. ഗതാഗത കമ്മീഷണറും മന്ത്രിയും ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മറ്റു വാർത്തകൾ നോക്കാം. ഷാർജയിൽ മകൾക്കൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭഞ്ചികയുടെ കുടുംബം നൽകിയ ഹർജിയിൽ ഭർത്താവ് നിതീഷിനെ കക്ഷി ചേർക്കാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതി. മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഹൈക്കോടതിക്ക് എങ്ങനെ ഉത്തരവിടാനാകുമെന്നും ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവിനല്ലേ നിയമപരമായ അവകാശമെന്നും ഹൈക്കോടതി ചോദിച്ചു. കൊല്ലം സ്വദേശിനിയായ വിഭഞ്ചികയെയും മകൾ വൈഭവിയെയും ജൂലൈ 11-ന് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നും അതിന് ഹൈക്കോടതി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നുമായിരുന്നു വിഭഞ്ചികയുടെ കുടുംബത്തിന്റെ ആവശ്യം. ഭർത്താവിന്റെ ഭാഗം കേൾക്കാതെ വിഷയത്തിൽ തീരുമാനം എടുക്കാനാകില്ലെന്നും വിഭഞ്ചികയുടെ കുടുംബത്തിന്റേത് ആരോപണങ്ങളാണെന്നും കോടതി നിരീക്ഷിച്ചു. ഭർത്താവ് കുറ്റകൃത്യം ചെയ്തുവെങ്കിലും കുഞ്ഞിന്റെ മൃതദേഹത്തിൽ അവകാശമില്ലെന്ന് പറയാനാകുമോ എന്നും കോടതി ചോദിച്ചു. ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ ഭർത്താവിനല്ലേ നിയമപരമായ അവകാശമെന്നും ഭർത്താവിന്റെയും എംബസിയുടെയും നിലപാട് അറിയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. കൊല്ലം സ്വദേശിനിയായ വിഭഞ്ചിക, മകൾ വൈഭവി എന്നിവരെ ജൂലൈ 11-ാം തീയതിയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. MBA ബിരുദധാരിയായ വിഭഞ്ചിക ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറാണ് നിതീഷ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും അകന്നു കഴിയവെയാണ് വിഭഞ്ചികയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ന്യൂസ് 18 കൊല്ലം.
മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ ധർമ്മസ്ഥലയിൽ നാടകീയ നീക്കങ്ങൾ. ശുചീകരണ തൊഴിലാളിയുടെ തെളിവെടുപ്പ് ഇന്നും നടത്തിയില്ല. അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തുമെന്നായിരുന്നു പോലീസിന്റെ അറിയിപ്പ്. സാക്ഷിക്കൊപ്പം 1 മണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് അഭിഭാഷക സംഘം സ്ഥലത്തുനിന്ന് മടങ്ങിയത്. ഇതിനിടെ അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ 23 വർഷങ്ങൾക്ക് ശേഷം ധർമ്മസ്ഥല പോലീസ് അന്വേഷണം ആരംഭിച്ചു. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര കേസിൽ പോലീസ് അനാസ്ഥ തുടരുകയാണ്. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ മുൻ ജീവനക്കാരനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നായിരുന്നു അറിയിപ്പ്. അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരിക്കും തെളിവെടുപ്പെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് അഭിഭാഷക സംഘം സ്ഥലത്തെത്തി 1 മണിക്കൂറോളം കാത്തിരുന്നെങ്കിലും പോലീസ് എത്താത്തതിനെ തുടർന്ന് തിരിച്ചു പോകേണ്ടി വന്നു. തെളിവെടുപ്പ് ഒഴിവാക്കിയത് സംബന്ധിച്ച് പ്രതികരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. കേസിൽ നിർണായക വഴിത്തിരിവായേക്കാവുന്ന നടപടികളാണ് അറിയിപ്പില്ലാതെ പോലീസ് ഒഴിവാക്കിയത്. ഇതോടെ ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ ദുരൂഹത ഏറുകയാണ്. പ്രദേശത്ത് ബലാത്സംഗത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം പേരുടെ മൃതദേഹം കുഴിച്ചിട്ടെന്നാണ് മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ. തെളിവിനായി ഇവിടെ നിന്നും ഒരു മൃതദേഹാവശിഷ്ടവും ഇയാൾ പുറത്തെടുത്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ 2 പതിറ്റാണ്ടിന് ശേഷം അനന്യ ഭട്ടിന്റെ തിരോധാന കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊൽക്കത്തയിലെ CBI ഉദ്യോഗസ്ഥയായിരുന്ന സുജാത ഭട്ടിന്റെ പരാതിയിലാണ് അന്വേഷണം. മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിനെ 2003 ഡിസംബറിലാണ് ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായത്. സഹപാഠികൾക്കൊപ്പം ക്ഷേത്ര സന്ദർശനത്തിനായി എത്തിയപ്പോഴാണ് അനന്യ ഭട്ടിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. അന്ന് മകളുടെ തിരോധാനം അന്വേഷിക്കാൻ എത്തിയ സുജാത ഭട്ടിന് നേരെയും അതിക്രൂരമായ ആക്രമണമുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായ ഇവർ 4 മാസത്തോളം ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മകളുടെ തിരോധാനം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സ്വന്തം നിലയിൽ അന്വേഷിക്കാനായിരുന്നു അന്ന് പോലീസിന്റെ നിർദ്ദേശം. ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതക പരമ്പര സംബന്ധിച്ച് ന്യൂസ് 18 ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ ആക്ഷൻ കമ്മിറ്റിയും സജീവമായ ഇടപെടൽ നടത്തുന്നുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നത് കേസ് അന്വേഷണത്തെ ബലപ്പെടുത്തും. ഇതിനിടയിൽ കൊലപാതക പരമ്പര സംബന്ധിച്ച് അന്വേഷിക്കാൻ DGP പ്രണാബ് മൊഹന്തി IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിട്ടുണ്ട്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പാലക്കാട് ചങ്ങലേരിയിൽ നിപ്പ ബാധിച്ചു മരിച്ചയാളുടെ മകനും നിപ്പ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ പോസിറ്റീവായത്. മരിച്ച വ്യക്തിയോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് 32കാരനായ ഈ മകനാണ്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികളിൽ ഇടപെടാനില്ലെന്ന് സുപ്രീം കോടതി. കീം പ്രവേശനം കോടതി തടഞ്ഞില്ല. ഇതോടെ ഈ വർഷത്തെ പ്രവേശന പട്ടികയിൽ മാറ്റമില്ലാതെ മുന്നോട്ടു പോകാം. പ്രവേശനം തടയാതെ 4 ആഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യുന്നില്ലെന്ന് സർക്കാരും കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടാകരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകാത്തതെന്നാണ് കേരളത്തിന്റെ നിലപാട്. VC നിയമനത്തിൽ ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചാൽ തടസ്സ ഹർജി നൽകാൻ സർക്കാർ തീരുമാനം. ഹർജി നൽകുന്നതിന് മുന്നോടിയായി രാജ്ഭവൻ നിയമവിദഗ്ധരുമായി ചർച്ച തുടങ്ങി. ടെക്നിക്കൽ ഡിജിറ്റൽ സർവകലാശാലകളിലേക്കുള്ള VC നിയമന പാനൽ സർക്കാർ ഇന്നലെ ഗവർണർക്ക് കൈമാറിയിരുന്നു. നിയമ പോരാട്ടത്തിന് ഒരുങ്ങുമ്പോഴും സമവായ വഴികളും രാജ്ഭവനും സർക്കാരും തേടുന്നതായും സൂചനയുണ്ട്. ഹൈക്കോടതിയിൽ നിന്നേറ്റ കനത്ത തിരിച്ചടി മറികടക്കാനുള്ള വഴികളാണ് രാജ്ഭവൻ തേടുന്നത്. താൽക്കാലിക VC നിയമനത്തിന് UGC ചട്ടം ബാധകമല്ലെന്ന ഹൈക്കോടതി വിധിയിലാണ് ഗവർണർ വ്യക്തത തേടുന്നത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും മുന്നോട്ട് പോക്ക്. ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചാൽ സർക്കാരും പിന്നോട്ടു പോകില്ല. കവിയറ്റ് ഫയൽ ചെയ്യാൻ നിയമവകുപ്പിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. താൽക്കാലിക VCക്ക് പകരം എല്ലാ സർവകലാശാലകളിലും സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള വഴികളും ഗവർണർ തേടുന്നതായി സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ എല്ലായിടത്തും രാജ്ഭവന് താൽപ്പര്യമുള്ള ആളുകളെ VCമാരാക്കാം. നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുമ്പോഴും ഇരുഭാഗവും സമവായത്തിനുള്ള സാധ്യതകളും തേടുന്നുണ്ട്. സർവകലാശാല വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് മുൻകൈയെടുത്താൽ ഗവർണറും അതിന് തയ്യാറാകും. സർവകലാശാലകളെ നിരന്തര സംഘർഷ കേന്ദ്രങ്ങൾ ആക്കുന്നതിൽ CPMൽ 2 അഭിപ്രായമുണ്ട്. നിയമപോരാട്ടത്തിന് പുറമെ പ്രശ്നപരിഹാരത്തിന് വഴികൾ തേടണമെന്നും ആവശ്യമുയരുന്നു. മുഖ്യമന്ത്രി തന്നെ പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങാനും സാധ്യതയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ നിർദ്ദേശം മറികടന്ന ഔദ്യോഗിക വാഹനത്തിൽ തന്നെ രജിസ്ട്രാർ അനിൽകുമാർ ഇന്നും കേരള സർവകലാശാലയിലെത്തി. തനിക്ക് വേറെ കാർ ഇല്ലാത്തതുകൊണ്ടാണ് ഔദ്യോഗിക വാഹനത്തിൽ വന്നതെന്നായിരുന്നു അനിൽകുമാറിന്റെ മറുപടി. സർവകലാശാലയ്ക്ക് സംരക്ഷണം തേടി ഇതിനിടെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഇന്നും സർവകലാശാലയിലെത്തിയില്ല.
VC മോഹൻ കുന്നുമലിന്റെ വാക്കിന് കേരള സർവകലാശാലയിൽ ആരും വില കൽപ്പിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായി. അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്ത നടപടി ആദ്യം സിൻഡിക്കേറ്റ് തള്ളി. രജിസ്ട്രാറെ സർവകലാശാല ആസ്ഥാനത്ത് കയറ്റരുത് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് VC നിർദ്ദേശം നൽകിയിരുന്നു. അതേ ഉദ്യോഗസ്ഥർ പൂർണ്ണ സുരക്ഷ ഒരുക്കിയാണ് പല ദിവസങ്ങളിലും രജിസ്ട്രാറെ ഓഫീസിലെത്തിച്ചത്. ഔദ്യോഗിക വാഹനം നൽകരുതെന്നായിരുന്നു ഇന്നലത്തെ ഉത്തരവ്. ഇന്ന് അതും ലംഘിക്കപ്പെട്ടു. എനിക്ക് സ്വന്തമായ വാഹനമില്ല, സർവകലാശാലയുടെ വാഹനമാണ്. സർവകലാശാലയുടെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കണമെന്നും അതിന് സംരക്ഷണം ആവശ്യപ്പെട്ടുമായിരുന്നു BJP സിൻഡിക്കേറ്റ് അംഗം കോടതിയെ സമീപിച്ചത്. എന്ത് ശാരീരിക ഭീഷണിയാണ് സിൻഡിക്കേറ്റ് അംഗം നേരിട്ടതെന്ന് ഗോപകുമാറിനോട് ഹൈക്കോടതി ചോദിച്ചു. താങ്കളെ ആരെങ്കിലും തടഞ്ഞോ എന്നും തടസ്സം നേരിട്ട തീയതിയും സമയവും അറിയിക്കൂ എന്നും ഹൈക്കോടതി. സർവകലാശാലയിൽ സംഭവിച്ചതിനെക്കുറിച്ച് ധാരണയുണ്ടെന്നും ഹൈക്കോടതി. സർവകലാശാലയിലെ ഭരണസ്തംഭനത്തിനെതിരെയായിരുന്നു ഇന്ന് KSUവിന്റെ പ്രതിഷേധം. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റത്തിൽ ബദൽ നിർദ്ദേശവുമായി സമസ്ത. സ്കൂൾ സമയം നേരത്തെയാക്കുന്നതിന് പകരം വൈകിട്ട് അരമണിക്കൂർ നീട്ടുക, ഓണം ക്രിസ്മസ് അവധിക്കാലങ്ങളിൽ നിന്ന് പ്രവൃത്തി ദിനങ്ങൾ കണ്ടെത്തുക എന്നീ നിർദ്ദേശങ്ങളാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെയാണ് സമസ്തയുടെ നീക്കം. അതേസമയം പ്രസക്തിയില്ലാത്ത ചർച്ചയ്ക്ക് പോകണോ എന്നത് സംഘടനകൾ തീരുമാനിക്കട്ടെ എന്നും മുസ്ലിം ലീഗ് പ്രൊപ്പോസൽ വെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നും PMA സലാം പ്രതികരിച്ചു. ഗവൺമെന്റ് നിലപാടിൽ മാറ്റമൊന്നുമില്ല എന്ന് ചർച്ച കഴിഞ്ഞാലും മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ആ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ആളുകളെ കബളിപ്പിക്കാനല്ലേ? ഗവൺമെൻറ് നിലപാട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവർക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ്റിന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർ വരുന്നത്. ഈ രണ്ടിൻ്റെയും ബോധ്യപ്പെടുത്തലുകൾക്ക് ശേഷം ഒരു പൊതു തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമായത് വരണം. അതാണ് പറയേണ്ടത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ പറയുന്നത് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. വളരെ ബാലിശമാണ്, മുൻവിധിയോടുള്ള കൂടിയുള്ള തീരുമാനമാണ്. അത്തരം കടുംപിടുത്തത്തിൽ നിന്ന് സർക്കാരുകൾ പിന്നോട്ട് പോകണം. ട്രാക്ടർ യാത്രാ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച് ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുത്ത പോലീസ്. ADGPയെ പൂർണ്ണമായി ഒഴിവാക്കിയാണ് FIR. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പമ്പ പോലീസ് കേസെടുത്തത്. ശനിയാഴ്ച വൈകിട്ടാണ് ADGP MR അജിത് കുമാർ ശബരിമലയിലെ നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനായി പമ്പയിൽ നിന്ന് പോലീസിന്റെ ട്രാക്ടറിൽ യാത്ര നടത്തിയത്. പമ്പയിലെത്തിയ ADGP നിരീക്ഷണ ക്യാമറകളില്ലാത്ത സ്ഥലം നോക്കിയാണ് ട്രാക്ടറിൽ യാത്ര ചെയ്തത്. ചടങ്ങുകൾക്ക് ശേഷം തിരിച്ചെത്തിയതും ട്രാക്ടറിലായിരുന്നു. സംഭവം വിവാദമായതോടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് പമ്പ പോലീസ് ADGP MR അജിത് കുമാറിനെ ഒഴിവാക്കി ട്രാക്ടർ ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുത്തത്. തീർത്ഥാടകർ സഞ്ചരിക്കുന്ന സ്വാമി അയ്യപ്പൻ റോഡിൽ ഡ്രൈവർ അലക്ഷ്യമായി ട്രാക്ടർ ഓടിച്ചെന്നും ട്രാക്ടറിൽ 3 യാത്രക്കാരെ കയറ്റിയെന്നും കാട്ടിയാണ് കേസെടുത്തിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ട്രാക്ടറിൽ യാത്ര ചെയ്ത ADGPയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. സംഭവത്തിൽ ADGPക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. സുഖമില്ലെങ്കിൽ ആംബുലൻസിൽ യാത്ര ചെയ്യണമെന്നായിരുന്നു കോടതിയുടെ വിമർശനം. സംഭവത്തിൽ പത്തനംതിട്ട SP അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചു. 12 വർഷം മുമ്പാണ് ശബരിമലയിൽ ചരക്ക് നീക്കത്തിനല്ലാതെ ട്രാക്ടർ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ ഉത്തരവാണ് ADGP ലംഘിച്ചിരിക്കുന്നത്. നിലവിൽ ട്രാക്ടർ ഡ്രൈവറാണ് കോടതി ഉത്തരവ് ലംഘിച്ചത് എന്നാണ് പോലീസിന്റെ വാദം. ന്യൂസ് 18 പത്തനംതിട്ട. CPI സംസ്ഥാന കൗൺസിലിൽ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഭാരത് മാതാ കി ജയ് വിളി ഗുരുതരമായ തെറ്റെന്ന് അജിത് കൊളാടി പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി പൊതുവേദികളിൽ ക്ഷുഭിതനാകുന്നതിനെതിരെയും വിമർശനമുണ്ടായി. നേതൃത്വം തീർത്തും ദുർബലമാണെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. നേതൃത്വത്തിന്റെ ശേഷിയില്ലായ്മ പാർട്ടിയെ ബാധിക്കുന്നുവെന്ന് കൊല്ലത്തു നിന്നുള്ള R വിജയകുമാറും ആരോപിച്ചു. പാലക്കാട് തൃത്താലയിലെ കോൺഗ്രസിൽ വിഭാഗീയത നിലനിൽക്കുന്നതിനിടെ ഐക്യം ഓർമ്മിപ്പിച്ച KPCC നേതൃത്വം. VT ബൽറാമിനെയും CV ബാലചന്ദ്രനെയും വേദിയിലിരുത്തിയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഓർമ്മപ്പെടുത്തൽ. പിന്നാലെ CV ബാലചന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയാണ് സണ്ണി ജോസഫ് മടങ്ങിയത്.
VT ബൽറാം നൂലിൽ കെട്ടിയിറങ്ങി MLA ആയ ആൾ. അഹങ്കാരവും ധാർഷ്ട്യവുമാണ് തൃത്താലയിൽ പാർട്ടിയുടെ തോൽവിക്ക് കാരണമായത്. KPCC ഉപാധ്യക്ഷൻ ബൽറാമിനെതിരെ നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രന്റെ പരസ്യ വിമർശനം ഇങ്ങനെയായിരുന്നു. പിന്നാലെ സിപ്പ് ലൈനിൽ തൂങ്ങിക്കിടക്കുന്ന ഫോട്ടോ നവമാധ്യമങ്ങളിൽ പങ്കുവച്ച് ബൽറാം. പുറകിൽ നിന്ന് കുത്തരുതെന്ന പാർട്ടി പരിപാടിയിൽ മറുപടിയും. തർക്കവും വിവാദവും രൂക്ഷമായതിനിടയിലാണ് VT ബൽറാമിനെയും CV ബാലചന്ദ്രനെയും വേദിയിലിരുത്തി നേതൃത്വത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. കമ്മിറ്റിയിൽ 35 മെമ്പർമാരുണ്ട്. അവരോടെല്ലാം വിളിച്ചു ചോദിച്ചു എന്താ അഭിപ്രായത്തെ കൂടി മാനിച്ച് എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ച് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേര് AICC പ്രഖ്യാപിച്ചപ്പോൾ ആ പേരിന്റെ വിജയത്തിന് വേണ്ടി, ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഒരുപക്ഷെ സ്ഥാനാർത്ഥിയേക്കാൾ അവിടെ കഠിനാധ്വാനം ചെയ്തത് സ്ഥാനാർത്ഥി ആകാൻ ആഗ്രഹിച്ച് സ്ഥാനാർത്ഥി അല്ലാതായ അവിടുത്തെ DCC പ്രസിഡന്റ് VS ജോയിയാണ് എന്ന് മനസ്സിലാക്കണം. അത് നമുക്കെല്ലാം മാതൃകയാണ്. DCC സംഘടിപ്പിച്ച സമരത്തിന് പിന്നാലെ CV ബാലചന്ദ്രനുമായി KPCC പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രസിഡന്റ്. ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാം. ഞാനിപ്പോ എല്ലാരെയും കണ്ടില്ലേ, ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു, അതുപോലെ ബൽറാം ഉണ്ടായിരുന്നു. അവരൊക്കെ അദ്ദേഹമായിട്ട് എനിക്ക് ദീർഘകാലത്തെ പരിചയമാണ്. ബൽറാം നിയമസഭയിലുണ്ടായിരുന്നു, ബാലചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് കാലം എന്നുള്ള പരിചയം കാണും, സംസാരിക്കും. ഇപ്പൊ ശ്രീകണ്ഠന്റെ കൂടെയില്ലേ. വിഭാഗീയതയിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാതെ CV ബാലചന്ദ്രൻ. എല്ലാം നേതൃത്വം പറയുമെന്ന് ബൽറാം. സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എത്ര തവണ ഏതെല്ലാം രീതിയിൽ ചോദിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടില്ല. അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ച് അറിവുള്ളവരാണ്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകും. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃത്താലയിലെ പരസ്യ വിഭാഗീയതയിൽ നേതൃത്വത്തിന്റെ ഇടപെടൽ എത്രത്തോളം ഫലപ്പെടുമെന്നാണ് ചോദ്യം. ന്യൂസ് 18 പാലക്കാട്. രോഗാവസ്ഥയിലുള്ള തെരുവ് നായ്ക്കളെ ദയാവധത്തിനിരയാക്കാൻ സർക്കാർ തീരുമാനം. കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാകും നടപടികൾ. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കാൻ 152 പുതിയ പോർട്ടബിൾ യൂണിറ്റുകൾ വാങ്ങാനും മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി. തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നത്. രോഗബാധയേറ്റ നായ്ക്കളെ ദയാവധം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരിക്കും ദയാവധം. നായ്ക്കൾക്ക് രോഗബാധയുണ്ടെന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചെങ്കിൽ മാത്രമേ ദയാവധം നടത്തൂ. സംസ്ഥാനത്ത് വന്ധ്യംകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താത്തതിന് കാരണം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ABC ചട്ടങ്ങളാണെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ABC കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കാനാകൂ. ഇതാണ് കേന്ദ്ര ചട്ടം. ഈ ചട്ടങ്ങളിൽ ഇളവ് വരുത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് 152 പോർട്ടബിൾ യൂണിറ്റുകൾ കൊണ്ടുവരുന്നത്. ഞാനിവിടെ പറഞ്ഞ ഒരു കാര്യമാണ്, തെരുവ് നായ കടിക്കാൻ പാടില്ല. അതിനെ തടയാനുള്ള ABC കേന്ദ്രം സ്ഥാപിക്കാനും പാടില്ല. രണ്ടും കൂടി നടക്കില്ല. ABC കേന്ദ്രത്തിന് ഫണ്ട് വെച്ചിട്ട് ചെലവഴിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. പൈസ തടസ്സമേ അല്ല, ഇപ്പോഴും തടസ്സമല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ 152 ഞങ്ങൾ ആരംഭിക്കാം, പക്ഷെ തടസ്സപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. തടസ്സപ്പെടുത്തിയാൽ അതുകൊണ്ടാണ് കർശന നടപടികളിലേക്ക് പോകാൻ തീരുമാനിച്ചത്. പ്രാദേശിക തലത്തിൽ പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവർക്കെതിരെ കർശനമായ നടപടികളെടുക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 9,100 രൂപ, പവന് 72,800 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 7,500 രൂപ, പവന് 60,000 രൂപ. വെള്ളി ഗ്രാമിന് 122 രൂപ, കിലോഗ്രാമിന് 1,22,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് at 6 പൂർണ്ണമാവുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. അശ്വതി ചേരും.